യോഗ ഓഫ് ഫിസിക്കൽ ഇമ്മോർട്ടാലിറ്റി ഇപ്പോഴും ശരിയായ വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. മരണമില്ലാത്ത ഭൗതിക ശരീരം എന്നതുകൊണ്ട് അടിസ്ഥാനമാക്കിയത് എല്ലാ രൂപങ്ങളുടെയും അടിസ്ഥാന ദർശനമാണ്. സൂക്ഷ്മ ശരീരം വികസിപ്പിക്കേണ്ടത് സൂക്ഷ്മ ശരീരത്തിൽ ജീവന്റെ തുടർച്ചയാണ്. അത് വളരെ സൂക്ഷ്മമായാണ്. ഊർജത്തെ വിന്യസിക്കുന്നതിന് വേണ്ടി 1000 മാസ്റ്റർമാരെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നതെന്ന് മാസ്റ്റർ CVV പറഞ്ഞു. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിലേക്ക് വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ആത്മാവ് വാസനയുടെ അതിർത്തികൾ കേന്ദ്രീകരിക്കുമെന്ന് മാസ്റ്റർ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യക്തിഗത ബോധം സമഷ്ടി ബോധത്തിൽ ലയിക്കുകയും ആ വ്യക്തിക്ക് സമഷ്ടി എന്തെന്ന് പ്രദർശിപ്പിച്ച് കാണിക്കാൻ പറ്റും. സമഷ്ടി ബോധത്തിൽ നിന്നുകൊണ്ട് CVV എന്ന ശബ്ദത്തിൽ ആ ശബ്ദം മാത്രരൂപേണ അദ്ദേഹത്തിലെ ഊർജപ്രവാഹം ഉണ്ടാക്കുകയും ഊർജം മാസ്റ്ററും സ്വീകർത്താവും മാധ്യവുമാകുന്നു. ഊർജത്തെ സ്വീകരിക്കുന്നതിനു വേണ്ടി CVV എന്ന അക്ഷരത്തിന് മുന്നോടിയായി നമസ്കാരം മാസ്റ്റർ എന്നുകൂടി ചേർക്കണമെന്ന് ശരീരം വിട്ടുപോകുന്നതിന് 1 വർഷം മുമ്പ് മാസ്റ്റർ പ്രഖ്യാപിച്ചു. യോഗ എന്നുള്ളത് വേറിട്ടൊരു മാർഗമാണ്. അകമേയുള്ള ചിന്താശൈലങ്ങളെ നിരീക്ഷിക്കുകയും അത് കുറിച്ചിടുകയും എത്രവണ്ണം വ്യക്തമായി പരാമർശിക്കുന്നുവെന്നും അനിവാര്യമായ ചിന്തകൾ എത്രയുണ്ടെന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. ചിന്തകൾ നിരീക്ഷണത്തിന് വിധേയമാകുമ്പോൾ നേരിട്ടുള്ള വഴിയാകുന്നത് മനസ്സിലാവും. വ്യക്തിപരമായ ചിന്തകൾക്ക് നമ്മൾ വിധേയരാണ്. എന്നാൽ അപൗരുഷീയമായ ഒരു ചിന്ത മാത്രം മതി അനുഗ്രഹിക്കപ്പെടാൻ. വ്യക്തിപരമായ ഒരു പരിമിതി ഇല്ലെന്നിരിക്കെ യോഗയുടെ ശക്തി സൂക്ഷ്മതലത്തിലേക്ക് പോകാൻ സഹായിക്കും. കർമ്മത്തെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാമെന്ന് മാസ്റ്റർ CVV പറഞ്ഞിരുന്ന കാര്യം യഥാർത്ഥ അവസ്ഥയിൽ വിട്ടുപോകലല്ല. 1000 വർഷം ഭൗതികവാദിയായി ജീവിച്ച ഒരാൾ ആത്മീയനാകാൻ അത്രയും സമയം വേണ്ട. അയാളെ ചുറ്റിയിരിക്കുന്ന കർമ്മത്തിന്റെ കയർ അഴിച്ചു മാറ്റാൻ നിമിഷങ്ങൾ മാത്രം. മാസ്റ്റർ പ്രവചിച്ചതുപോലെ തൻ്റെ ഭൗതിക ശരീരം ഉപേക്ഷിച്ച് ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ട് ആളുകൾ സംസ്കാരത്തിനായി പോയപ്പോൾ ഇടിയും മഴയും കൊള്ളിയാനും ഉണ്ടാവുകയും കനത്ത മഴയിൽ എവിടെ സംസ്കരിക്കണമെന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ കാവേരി നദിയിൽ നിന്നൊരു വലിയ തിരമാലകൾ വന്ന് നദിയുടെ അഗാധതയിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോവുകയും ചെയ്തു. ഇന്നും നദിയുടെ അഗാധതയിൽ മാസ്റ്റർ CVVയുടെ ഭൗതിക ശരീരമുണ്ട് എന്ന് പറയുന്നു. മാസ്റ്റർ വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും യോഗ ക്ലാസുകൾ എടുക്കുമെന്നും പറയുന്നു.